ഭാഗം 3. രാമണ്ണൻ്റെ ആ സാമഗ്രികൾ കൊടുത്തു വിട്ട ശേഷം മനസ്സിൽ എന്തോ വിഷമം തങ്ങി നിന്നു. മുത്തശ്ശി പറഞ്ഞ കഥകൾ തന്നെ കാരണം. അവൻ്റെ കഥയിലൂടെ നാഗിയുടെ കഥയും ഓർമ്മ വന്നു. എപ്പോഴോ ഒരിക്കൽ സുഹൃത്ത് കാണിച്ചു തന്ന നാഗിയെയും ആ സംഭവം മനസ്സിൽ എത്ര പരുതിയിട്ടും അവളുടെ രൂപം ഓർമ്മ വരുന്നില്ല. മുത്തശ്ശിയുടെ വാക്കുകളിൽ നിന്നും അവളെക്കുറിച്ചൊരു രൂപം ഞാൻ സങ്കല്പിച്ചെടുത്തു. അടുത്ത നിമിഷം അതും പോരാ എന്ന് തോന്നി. കഴിക്കാനൊന്നുമില്ലാതെ ഓടിപ്പോയവളല്ലേ. മെല്ലിച്ച് പ്രേതം പോലൊരു രൂപമാണ് മനസ്സിൽ തോന്നിയത്. അവിടെ നിന്ന് മനസ്സ് പോയത് അമ്മാവനിലേക്കാണ്. ഷീനി എന്നോ ഷീനിപ്പ എന്നോ ആണ് പേരെന്ന് തോന്നുന്നു. അമ്മാവൻ്റെ അടുത്ത് പോയ ഓർമ്മയൊന്നും വരുന്നില്ല. എങ്ങനെ ഓർക്കാൻ? അദ്ദേഹത്തിൻ്റെ ചേച്ചിയോ അനുജത്തിയോ മരിച്ച ശേഷമാകാം എൻ്റെ അച്ഛൻ ഇരികെ വീട്ടിൽ നിന്നും കല്യാണം കഴിച്ചത്. ഇരികെ ഗ്രാമത്തിനടുത്തുള്ള കമ്രപ്പാലത്ത് ശ്രീനിവാസയ്യ എന്നു പേരുള്ള ഒരു പ്രമാണി ഉണ്ടായിരുന്നു. പ്രമാണിത്വം കൂടി തൻ്റെ സ്വത്തുവകകളെല്ലാം അയാൾ സഹോദരിമാർക്ക് വിറ്റഴിച്ച് നാട് വിടേണ്ടി വന്ന കാര്യം എനിക്കറിയാം. ആ ശ്രീനിവാസയ്യ തന്നെയാണ് ശ്രീനിയപ്പയെങ്കിൽ അയാളിപ്പോൾ കമ്രപാലത്തുണ്ടാവാൻ വഴിയുണ്ട്. ഇരിക്കയല്ലെങ്കിൽ കമ്രപാലത്ത് പോയി ഒന്നന്വേഷിച്ച് വന്നാലെന്ന് എനിക്ക് തോന്നി. ഏതാണ്ട് 3 മൈലപ്പുറം തന്നെ. കാടും മലയും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ദൂരം അല്പം കൂടിയെന്നിരിക്കാം. മടങ്ങുമ്പം സന്ധ്യയായി പോകും. പരിചയക്കാരെ കിട്ടിയാൽ ആഹാരത്തിന് വഴിയുണ്ട്, ഇല്ലെങ്കിലില്ല. വെറും വയറ്റിലെ യാത്രയാണെന്ന് വിചാരിച്ചിരിക്കെ ജന്നൻ്റെ മുത്തശ്ശൻ്റെ വീട് കമ്രപ്പാലത്തിലാണല്ലോ എന്ന് ഓർമ്മ വന്നു. അപ്പോൾ തന്നെ ജന്നൻ്റെ വീട്ടിലോട്ട് പോകാനൊരുങ്ങി. 8-10 വീടുകൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ആരും അങ്ങനെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ലായിരുന്നു. ഇന്നലെ പോയിട്ട് ജന്നനെ കാണാൻ പറ്റിയില്ല. പോയി നോക്കാം. കുളിച്ച് ജപവും കഴിഞ്ഞ് സീത കേൾക്കെ ഉറക്ക മണിയടിച്ച് പുറത്തിറങ്ങി. 1/4 മൈൽ വയലിലൂടെ നടക്കാൻ സമയം എത്ര വേണം? ദൈവകൃപ കൊണ്ട് തൂണിന് പുറകിൽ പുസ്തകം വായിച്ചിരിക്കുന്ന ജന്നനെ ദൂരെ നിന്ന് കണ്ടു. ഇവിടെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ്റെ മുന്നിൽ ചെന്നു. നീ ഇന്നലെ വന്നിരുന്നുവോ? നാട്ടിൽ വന്നിട്ട് ഇത്ര ദിവസമായിട്ടും മുത്തശ്ശിയുടെ വീട്ടിൽ പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അതിനാൽ അതുവരെ പോയിരുന്നു. കമ്രപ്പാലത്തേക്ക്. കമ്രപ്പാലത്തേക്കോ? അതെ. അവിടെ ആരുടെ ബന്ധുക്കളുണ്ട്? മുത്തച്ഛനുണ്ടോ? ഉണ്ട്, പക്ഷെ അവിടെയില്ല. അദ്ദേഹം എവിടെ? അങ്ങേർക്ക് അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരിടത്തും കാണൂല. ഇങ്ങനെ കറങ്ങി നടക്കും. എന്നുവെച്ചാൽ അതിന് മഹാഭാരതം പറയാതിരിക്കുകയാണ് ഭേദം. അങ്ങേർക്ക് സ്വത്തുക്കൾ ഒരുപാടുണ്ടായിരുന്നു. ഒന്നിനും ഒരു കുറവില്ല. പക്ഷേ ദുർഗതി വിടേണ്ടേ? ചെറുപ്പത്തിൽ തന്നെ സ്ത്രീ വിഷയത്തിൽപ്പെട്ട് നടന്നയാളാണ്. 3 ദിവസത്തിലൊരിക്കൽ പുതിയ പെണ്ണ് വേണം. ബൈന്തൂരിലും സാഗരത്തിലും ഒക്കെ അങ്ങേർക്ക് പെണ്ണുങ്ങളുണ്ട്. ആളൊരു രസികനാണെന്ന് പോലും. പിന്നീട് സ്വത്തെല്ലാം അനുജന്മാർക്ക് വിറ്റു. എല്ലാം തുലച്ചു. എൻ്റെ മുത്തശ്ശി അവരിലൊരു അനുജൻ്റെ വീട്ടിലാണ് കൂടിയിരുന്നത്. അവർക്ക് എൻ്റെ അമ്മയും വേറെ 2 ആൺകുട്ടികളുമായിരുന്നു മക്കൾ. ആൺപിള്ളേർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ബാക്കിയുള്ളത് അമ്മ മാത്രം. നാട്ടിലുള്ളതെല്ലാം നശിച്ചാൽ ഭാര്യയും കൂട്ടി എവിടെ പോവാൻ? അതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് സറാബായിലേക്ക് പോയി. അവിടെയും 4 ദിവസം വ്യാപാരമെന്തോ നടത്തി. നാട്ടുകാരെയൊക്കെ പറ്റിച്ചു. ഇപ്പോൾ ചിത്രദുർഗയ്ക്കടുത്ത് ഒരു ഹോട്ടൽ നടത്തുന്നുവെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ നിന്റെ മുത്തശ്ശിയെ കാണാൻ വരാറില്ലേ? അവരെ കെട്ടി ഓർമ്മ തന്നെ ഉണ്ടോ എന്തോ. സ്വത്തൊക്കെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി നാട്ടിലോട്ട് വരുമോ? അനുജന്മാരെ കടബാധ്യതയൊക്കെ തീർത്ത് പൊങ്ങി വന്നത് തന്നെ വലിയ കാര്യം. മുത്തശ്ശിയെ വന്ന് വിളിച്ചാൽ അവർ പോകുമോ എന്തോ. എന്നാലും അങ്ങേർക്ക് തോന്നണ്ടേ? ഇവർ കുറേ കാലം അങ്ങേര് വരുമെന്ന് കരുതി കാത്തിരുന്നു. അനുജന്മാരോട് അങ്ങനെ അന്വേഷിക്കാനും മുത്തശ്ശി ഇടയ്ക്ക് പറയും. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ചേച്ചി, നിങ്ങൾക്ക് വട്ടാണ്. ആദ്യകാലത്ത് നിങ്ങളെ വേണ്ടാത്തയാൾ ഇപ്പോൾ അന്വേഷിച്ചു വരാനോ? എന്ത് സ്ഥിതിയിലുണ്ടെന്ന് ആർക്കറിയാം? ഇനിയും അയാളുടെ ദുർനടത്തം കണ്ട് കരയാനാണോ? അനുജന്മാരെ അവരെയും കുട്ടികളെയും പൂറ്റി. ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ അമ്മയുടെ കല്യാണ സമയത്ത് മുത്തച്ഛൻ എവിടെയുണ്ടെന്ന് പറയാൻ അവർ വീണ്ടും പറഞ്ഞു. അന്ന് അവളെ കണ്ടെത്തിയിരുന്നു. പക്ഷേ വരാമെന്ന് പറഞ്ഞയാൾ പിന്നെ വന്നതേയില്ല. അതുകൊണ്ട് മുത്തശ്ശിക്കൊപ്പം അവളും മകളുടെ പിള്ളേരും എന്ന് വെച്ചാൽ ജീവനാണ്. ഇങ്ങോട്ട് വിളിച്ചാലോട്ട് വരുത്തുമില്ല. ഞാൻ അങ്ങോട്ട് പോയാൽ സൽക്കരിച്ച് മതിയാവുകയുമില്ല അവർക്ക്. അവർക്കിപ്പോഴും ഭർത്താവ് എന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ പോയപ്പോൾ മുത്തശ്ശി എന്നോട് പറഞ്ഞു, അങ്ങേരെ ചിത്രദുർഗത്തിലോ ജകളൂരിലോ ഉണ്ട്. നീ ഒന്ന് പോയി സംസാരിച്ചിട്ട് വാ മോനെ. ഇന്നലെ അവരെ അതേപ്പറ്റി പറയുന്നതിന് മുമ്പേ തന്നെ സമയം കിട്ടും പോലെ ഞാൻ പോകാം എന്ന് പറഞ്ഞൊഴിഞ്ഞു. എനിക്ക് ആ കഥ തുടങ്ങിയപ്പോൾ ഇഷ്ടമായിരുന്നു. പക്ഷേ തുടർന്നപ്പോൾ വിഷമം തോന്നി. അവൻ്റെ മുത്തശ്ശി എത്ര വിഷമിക്കുന്നുണ്ടാവും. ആ മുത്തശ്ശി എൻ്റെ അമ്മാവൻ്റെ ഭാര്യയാണെന്ന കാര്യം വളരെ വിഷമത്തോടെയാണ് ഞാൻ ഉൾക്കൊണ്ടത്. ജനൻ പിന്നെയും എന്തൊക്കെയോ തുടർന്നു. ജനനും ഞാനും മുത്തച്ഛനെ കണ്ടിട്ടേയില്ല. സ്വന്തം മകളുടെ കല്യാണത്തിന് വരാത്തയാൾ പിന്നെ എപ്പോൾ വരാനാണ്? അയാളുടെ സഹോദരൻ നരസിംഹയ്യ ചെന്ന് വിളിച്ചപ്പോൾ ഞാനിപ്പം വരുന്നില്ല, എല്ലാം കഴിയുമ്പം വരാം എന്നാണ് പറഞ്ഞത്. കുറേ സമ്മർദ്ദം ചെലുത്തിയപ്പം ചെല്ലാമെന്ന് സമ്മതിച്ചു. പക്ഷേ ചെന്നില്ല. നടക്കേണ്ടിയിരുന്ന കല്യാണം നടന്നു.
അങ്ങേരുടെ ഇന്നത്തെ ദുരവസ്ഥ എല്ലാം വിറ്റു പാപ്പരായ കഥ കേട്ട് നഗയ്ക്ക് എത്ര സന്തോഷമായി കാണും. ഇപ്പോൾ അവരുടെ പിള്ളേർ വളർന്ന് വലുതായി കാണുമല്ലോ. ഈ പിള്ളേർക്ക് അയാളെ കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ എങ്ങനെയാ? അയാൾ ഇവിടെ ഒന്നുമില്ലല്ലോ. ആ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് അകറ്റാൻ ഞാൻ ജെന്നിനോട് ചോദിച്ചു. നീ എന്തോന്നാടാ വായിക്കുന്നത്? അവൻ പുസ്തകം എൻ്റെ മുമ്പിലേക്ക് നീട്ടിക്കാണിച്ചു. സോമർസെറ്റ് മോം എഴുതിയ ഒരു നോവൽ. ഈ നോവലിൽ നിനക്കെന്തിന്? ഞാൻ കണ്ട കഥകളും കേട്ട കഥകളും തന്നെ ധാരാളം. ഇനിയും ഒരു കഥ തലയ്ക്കുമേൽ വലിച്ചു കയറ്റണമെന്ന് എനിക്ക് ഇല്ലായിരുന്നു. ഇവിടെ വന്നത് മുതൽ എനിക്ക് വിഷമം തന്നെ. മൈസൂരിലുള്ളവർ ഇവിടെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. നാട്ടിലെ കുന്നും വയലും ഒക്കെ സന്തോഷം തന്നെ. പക്ഷേ ഒന്ന് പരസ്പരം സംസാരിക്കാൻ ആരെങ്കിലും ഇവിടെ വേണ്ടേ? നീ ഒരുത്തനേ ഉള്ളൂ എന്തെങ്കിലും പറഞ്ഞിരിക്കാൻ. മറ്റാരും സംസാരിക്കുകയില്ലെന്നല്ല, സംസാരിക്കും. വേണ്ടാത്തത് എന്തെങ്കിലും പറയും. നമുക്കിപ്പോൾ ഇവനങ്ങ് പോയി കിട്ടിയാൽ മതിയെന്ന് തോന്നും. ഈയിടെ നീയും ഒരു തനി നാട്ടുംപുറത്തുകാരനായി മാറിയിട്ടുണ്ട്. വായിച്ചതൊക്കെ മാറുന്നൊരു ശുദ്ധ മണ്ടനായി ജന്നൻ പറഞ്ഞു. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. എന്തിനിങ്ങനെയാകണം? നീ പഠിച്ചവനല്ലേ, എന്തെങ്കിലുമൊക്കെ വായിച്ചൂടെ? ഒന്നുമില്ലെങ്കിൽ പത്രമെങ്കിലും. മാടൂരിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് നിനക്കറിയണ്ടേ? ആ ലോകത്തിന് നാം ഉണ്ടെന്ന് അറിയാമോ? അവർക്ക് നമ്മളെ വേണ്ട. ഇനി അഥവാ എനിക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നീയുണ്ടല്ലോ, മഹാപണ്ഡിതൻ. നിന്റെ പുറംലോകം പഴയതിലും വലുതായോ അതോ നീണ്ടു കിടക്കുന്നോ? നീ പഠിച്ചതൊക്കെ വെറുതെ ആയോടോ. നാട്ടുംപുറത്തുകാരനെ പോലെ എന്തെങ്കിലും ചപ്പടാച്ചി പറഞ്ഞും കൊണ്ട് നടന്നു. ഞാൻ അത്രക്കാരനായിരുന്നെങ്കിൽ നിന്നെപ്പോലെ ഒരുത്തരെ കാണാൻ വരുമായിരുന്നോ? എന്നാൽ ഒരു കാര്യം ചെയ്യാം. ആഹാരം കഴിച്ച് അല്പം ഉറങ്ങിയ ശേഷം കിഴക്കോട്ട് നടക്കാം. ഇവിടെ നിന്നെ മലഞ്ചെരുവിലേക്ക് ഏതാണ്ട് എത്ര ദൂരം വരും? 2 മൈലായാൽ ഹിണ്ടുഗാനം. അവിടെ നിന്നും പിന്നെയും ദൂരമുണ്ട്. ചൂരത്തിനടുത്ത് വരെ നാട്ടുമ്പുറത്തുകാർ പോകാറുണ്ട്. അത് കഴിഞ്ഞാൽ വേട്ടയ്ക്കൊന്നും പറഞ്ഞ് കുടുംബികൾ പോകും. ഇപ്പോഴങ്ങനെ ആരും പോകാറില്ല. പണ്ട് പന്നി, പ്ലാവ്, കടുവ ഇതൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ കാട്ടിൽ പുലിയും കിളിയും ഒന്നുമില്ല. കിളി കാണണം. പുലിയുടെ കാര്യം കേട്ടിട്ടില്ല. പണ്ട് മോയാൻ വിട്ട് പശുക്കളെ ചീറ്റപ്പലി പിടിച്ചു പോയതായി കേട്ടിട്ടുണ്ട്. ഇപ്പം അതൊന്നും കേൾക്കാനില്ല. എൻ്റെ അമ്മ ഇവിടെ പുലിയുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ എൻ്റെ മുത്തശ്ശി പുലി വന്ന കാര്യം പറഞ്ഞിരുന്നു. മണ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അവരുടെ മൂക്കിനും കണ്ണിനും അത്ര ശക്തിയാണ്. പുലി വന്നെന്ന് മുത്തശ്ശി പറഞ്ഞതിന് പിള്ളേർ അവർക്ക് വട്ടാണെന്ന് കളിയാക്കി. മണം അറിയാതെയാവില്ല അവർ പറഞ്ഞത്. മൂവി മുത്തശ്ശി പറഞ്ഞതോ അവരെല്ലാം കാണും. നമ്മുടെ നാട്ടിൽ സിംഹത്തെ കണ്ടാലും അതൊന്നും അവർക്ക് വലിയ കാര്യമല്ല. ചെറുപ്പത്തിലെ അവരങ്ങനെ തന്നെ. അവരെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, അല്ലേ? ബുദ്ധിമുട്ടോ? ബുദ്ധിഭ്രമം ബാധിച്ചവരെ എത്ര കാലം നമുക്ക് സഹിക്കാൻ പറ്റും? നമ്മൾ പറയുന്നത് കേൾക്കാതെ വായിൽ തോന്നിയത് പറഞ്ഞിരുന്നാൽ എന്തു ചെയ്യാനൊക്കും? അയ്യോ, ഞങ്ങൾക്കൊരു വിഷമവുമില്ല. നീ പറയും പോലെയോ നാട്ടുകാർ പറയും പോലെയോ അവർക്ക് വട്ടൊന്നുമില്ല. നമുക്കുള്ളത്ര വട്ട് തന്നെ ഉള്ളൂ അവർക്കും. ജനാർദ്ദന ചിരിച്ചു. ഒരുതരം വല്ലാത്ത ചിരിയായിരുന്നു അത്. മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഈ മൂടലിലും വട്ടുള്ളവർക്കും അല്ലാത്തവർക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മരമോ കല്ലോ കട്ടയോ എന്ത് കണ്ടാലും അവരൊരു കഥ പറയും. ഇത് ഭീമസേനൻ്റെ അടുക്കള, ഇത് പാണ്ഡവർ കെട്ടിയ അമ്പലം, ആ കുഴി രാവണൻ കുഴിച്ച തീർത്ഥം. ഇങ്ങനെ കഥയ്ക്ക് മീതെ കഥ പറയും. എൻ്റെ അമ്മയുടെ അടുത്ത് ഇത്തരം കുറേ കഥകളുണ്ടായിരുന്നു. അതിനൊന്നിനെങ്കിലും തലയും പാലുമുണ്ടോ? അപ്പോൾ ഓർത്താൽ തന്നെ എനിക്ക് ചിരി വരും. മറ്റൊരു സ്ഥലമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അവിടെ പോയി നോക്കണം. ആ ചുരത്തിൻ്റെ അതിരിൽ അവിടെ വിശ്വാമിത്രൻ തപസ്സിരിക്കുന്ന ഗുഹയുണ്ട് പോലും. അതുപോലെയുള്ള കഥ ഞാനും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ വിശ്വാമിത്രനല്ലാതെ പോയാലും ഗുഹയുണ്ടല്ലോ. ഗുഹയുണ്ടെങ്കിൽ അതിനകത്ത് വിറക് കൊത്തിയ വെണ്ണീരും. ഇവ രണ്ടും ചേർന്നാൽ കഥയ്ക്ക് വേറെ കാര്യം വേണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ചുരത്തിനടുത്ത് വരെ പോയി വരാം. സന്യാസിമാരില്ലെങ്കിലും വല്ല പുലിയും കിളിയുമെങ്കിലും കാണും. വീട്ടിലിരുന്ന് മുഷിഞ്ഞു വായിച്ച് മടുപ്പും. അതിനെന്താ, പോയി കണ്ടിട്ട് വരാം. ഈ നാട്ടിൽ ജനിച്ച് ഇവിടെ വളർന്ന് വലുതായിട്ട് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അറിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? തീർച്ചയായും ഗുഹ കാണാം. മലയിൽ മഴ പെയ്ത് ചിലപ്പോൾ തുരങ്കങ്ങൾ ഉണ്ടായി കാണും. അതിലാരെങ്കിലും ജീവിച്ചിരുന്നില്ലെന്ന് പറയാനുമാവില്ല. ഈ നാട് തന്നെ ഒരു പട്ടണമായിരുന്നില്ലേ? എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അജന്ത, കാർല എന്നിങ്ങനെ ഗുഹകൾ ഉണ്ടായിരുന്നില്ലേ? അത്ര വലുതല്ലെങ്കിലും ചെറിയ ഗുഹകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ പാചകം ചെയ്തതിൻ്റെ വെണ്ണീറും കാണും. പോയി കണ്ടാൽ അത്രയും ഗവേഷണം നടത്തിയതായില്ലേ? എന്നാൽ ഊണ് കഴിച്ചാൽ ഉടൻ പുറപ്പെടാം. മടങ്ങി വരുമ്പോൾ ഇരുട്ട് വരതല്ലോ. കാട്ടിലൂടെ വരുമ്പോൾ വഴിയും തെറ്റരുത്. ആരെയെങ്കിലും കൂട്ടുന്നതാണ് നല്ലത്. മുടൂരിൻ്റെ അതിര് കടന്നാൽ കുടുംബികളുടെ വീടുണ്ട്. അവർക്ക് കാടിൻ്റെ അതിരുകൾ ശരിക്കും അറിയാം. എന്നാൽ ശരി, അങ്ങനെയാവാം. ആഹാരം കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. അത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി. നടന്നപ്പോൾ ജെന്നിൻ്റെ അമ്മ സംശയത്തോടെ നോക്കി. അവനത് മനസ്സിലായി. ഒന്നുമില്ല, മുഷിച്ചിൽ മാറ്റാൻ ഒന്ന് ഇറങ്ങി നടന്നു വരാം, അവൻ പറഞ്ഞു. ഞങ്ങൾ ഇരുവരും എൻ്റെ വീടിനരികിലെത്തി. അവനപ്പോൾ ഇങ്ങനെ പറഞ്ഞു: സുബ്ബ, വീട്ടിൽ കയറണ്ട. മുത്തച്ഛി സംസാരിച്ചു തുടങ്ങിയ പിന്നെ അന്തമില്ല.
അതുകൊണ്ട് നേരെ കിഴക്കോട്ടുള്ള വഴിയെ നടന്ന് അത് കഴിഞ്ഞ് കാടിൻ്റെ അതിരിലെത്തി. അതിനിടയ്ക്കുള്ള ചെറിയ വഴിയിലൂടെ 4-5 വീടുകളുള്ള ഒരു പ്രദേശത്തെത്തി. 4 കുടുംബ വീടുകൾ അവിടെയുണ്ട്. അവിടെ ചെന്ന ശേഷം ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ ഞാൻ 1-2 തവണ ശബ്ദമുണ്ടാക്കി. ശബ്ദം കേട്ട് അണ്ണുനായ്ക്ക് വീടിന് പുറത്തു വന്നു. എൻ്റെ ആംഗ്യം കണ്ട് അയാൾ അടുത്തേക്ക് വന്നു. എന്താ വന്നത് യജമാനെ? അവൻ ചോദിച്ചു. പരിചയമുള്ളവനല്ല, കുടിയനും അല്ലതാനും. അവനോട് ഞങ്ങൾ ആഗ്രഹം അറിയിച്ചു. ഈ വലത്ത് ഭാഗത്തെ വളഞ്ഞുള്ള വഴിയെ നടന്നോളൂ, ഞാനിതാ എത്തി. ഞങ്ങൾ അങ്ങനെ ചെയ്തു. കാട്ടിലെ വഴിയിലൂടെ 3/4 മൈൽ നടന്നപ്പോഴേക്കും അവൻ ഞങ്ങളോടൊപ്പം എത്തി. കത്തിയും തോക്കും അവൻ കയ്യിൽ കരുതിയിരുന്നു. കത്തി കൊണ്ടുവന്നത് നന്നായി, പക്ഷേ തോക്കെന്തിനാ ഞാൻ ആരാഞ്ഞു. എന്തെങ്കിലും കിട്ടിക്കൂടായില്ലല്ലോ? കടുവയോ മറ്റോ ഉണ്ടോ? ഉണ്ടായിക്കൂടുന്നില്ല യജമാനെ, കിട്ടിയാൽ ഒരു വെടി വെക്കാം. അതിനൊന്നും സമയമില്ലടാ, ഞങ്ങളൊരു സ്ഥലം കാണാനാണ് വന്നത്. നാഗനകാലു എന്ന സ്ഥലത്തിൻ്റെ അതിരിൽ സന്യാസിമാർ ഇരുന്നിരുന്ന ഗുഹയുണ്ട് പോലും. ഗുഹ മലഞ്ചെരിവിൽ കുറേയുണ്ട്, പക്ഷെ കുറേ നടക്കണം. ചെറുപ്പത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അത് ചെരുവിൻ്റെ ഏത് ഭാഗത്താണെന്ന് എനിക്കറിയാം. കുറച്ച് കിഴക്കോട്ട് പോയാൽ തന്നെ ഒരു ഗുഹ കാണാം. ഒന്നിൽ ഞാൻ വെണ്ണീർ കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങോട്ട് തന്നെ പോകാം എന്നായി ജിന്നൻ. പിന്നീട് അവൻ നടന്നത് തന്നെ ഞങ്ങളുടെ വഴി. കാട്ടിലെ വഴികൾ അത്ര വ്യക്തമല്ല, കാൽപ്പാടുകൾ അധികം പതിയാത്തവയാണവ. വഴി മുടക്കി നിന്ന വള്ളിപ്പടർപ്പുകൾ വെട്ടിമാറ്റി അവൻ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾ അവനെ അനുഗമിച്ചു. അവനുള്ള മിടുക്ക് ഞങ്ങൾക്കില്ലായിരുന്നു. എത്ര തവണ മരക്കൊമ്പുകൾ മുഖത്തടിച്ചുവെന്ന് പറയാനാവില്ല. 1 മണിക്കൂറെങ്കിലും നടന്നു കാണണം. എങ്കിലും കുറേ യാത്ര ചെയ്ത് വിഷമം തോന്നിയില്ല. ഞങ്ങൾ ഒരു കുന്നിൻ്റെ മറുവശത്തെത്തി. കുറച്ചവിടെ നിൽക്കണേ എന്ന് പറഞ്ഞ് അണ്ണുനായ്ക്ക് തോക്ക് താഴെ വെച്ചിട്ട് അടുത്തുള്ളൊരു മരത്തിൽ കയറി. അതിൻ്റെ മുകളിൽ ഇരുന്നവൻ ചുറ്റുപാട് നോക്കി. യജമാനെ, ഇനി അധികം നടക്കാനില്ല, അവിടെ തന്നെയാണ് സ്ഥലം. അവൻ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൻ മുന്നിലും ഞങ്ങൾ പിന്നിലുമായി വീണ്ടും നടന്നു. ഞങ്ങൾ ചെല്ലേണ്ടിയിരുന്ന സ്ഥലം ഏറെ ദുർഗമായിരുന്നു. ചെടികളിൽ പിടിച്ച് കാൽ വഴുതാതെ ബുദ്ധിമുട്ടി താഴോട്ടേക്ക് ഇറങ്ങി. കുറച്ചിറങ്ങിയ ശേഷം ഒരു വെള്ളക്കെട്ട് കണ്ടു. അതിൻ്റെ വശങ്ങൾ ഇടുങ്ങിയതായിരുന്നു. പാറക്കഴയിലൂടെ അല്പം ശക്തിയോടെ തന്നെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. ഓ, ആ വെള്ളം വരുന്നത് ഇവിടെ ഇരുന്ന് തന്നെ എന്ന് ഞാൻ പറഞ്ഞ് മുമ്പോട്ട് നീങ്ങി. അവന് എല്ലാം അനായാസമായിരുന്നു. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി പിന്തുടർന്നു. പായലുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചു. പിന്നെ കാൽ വെക്കേണ്ടിയിരുന്നു. അവനൊരു കയ്യിൽ തൂക്ക കരുതിയിരുന്നു. കത്തി പുറകുവശത്തെ ചെരുവി വെച്ചിരുന്നു. അവൻ നടന്നു പോകുന്നത് കണ്ടാൽ പിഷ്കാണ്ടപുരിക്കാരനാണെന്ന് തോന്നും. വേഗം കൂടിയത് കൊണ്ട് അവനെ കാണാതെ. എങ്കിലും ബുദ്ധിമുട്ടി തന്നെ ഞങ്ങൾ മുമ്പോട്ട് നടന്നു. 2 മണിക്കൂറോളം ഞങ്ങൾ നടന്നു കാണണം. വെള്ളക്കെട്ടിൻ്റെ മറുവശത്തെത്തി. അവിടെ അല്പം നിരപ്പായ സ്ഥലത്തായിരുന്നു ആ പ്രദേശം. ചതുപ്പ് പോലെ തോന്നിച്ചു. അതിന് ചുറ്റും കൈതയും മുളയും വളർന്നു കിടന്നിരുന്നു. ഞങ്ങൾക്ക് കാലൂന്നാൻ തന്നെ ഭയം. വെള്ളം ഒഴുകി നിരപ്പായ സ്ഥലം നോക്കി കാലുകൾ മുന്നോട്ട് വെച്ചു. എത്ര തണുപ്പുള്ള അന്തരീക്ഷം! വെയിൽ ഇവിടെ എത്തി നോക്കുന്ന പോലുമില്ല. അവിടുത്തെ മരങ്ങളുടെ വേരുകൾ ആനയുടെ തുമ്പിക്കൈ പോലെ തോന്നിച്ചിരുന്നു. അതൊരു പുതിയ ലോകം തന്നെ. ഞങ്ങളെക്കാൾ 10 അടി അകലെയായി തോന്നിയിരുന്ന അണ്ണു യജമാനെ എത്തിപ്പോയി. ദാ ഇവിടെ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവിടെയുള്ള വലിയ പാറകൾ ആനകളെപ്പോലെ തോന്നിച്ചു. അവ കടന്ന് അപ്പുറത്ത് ചെന്നപ്പോഴാണ് ഒരു വലിയ മാളം കണ്ടത്. പ്രകൃതിയെ തന്നെ ഉണ്ടായിരുന്നൊരു ഗുഹ. പണ്ടിവിടെ ആരെങ്കിലും താമസിച്ചിട്ടുണ്ടാവും. പാറകൾ കയറി ഞങ്ങൾ ആ ഗുഹയിലെത്തി. അവിടെ തറ നിരപ്പായിട്ടുള്ളതാണ്. വളരെ ശാന്തമായ സ്ഥലം. അവിടെ തന്നെ നിൽക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ട് അന്ന് എന്തോ തെരഞ്ഞുപോയി. തളർച്ച മാറ്റാൻ അവിടെ കുറേ നേരം ഇരുന്നു. വീട്ടിൽ നിന്ന് വന്നപ്പോൾ എന്തെങ്കിലും പൊതിഞ്ഞു കെട്ടി വന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഗുഹയുടെ ഭിത്തികളൊക്കെ പരുതി നടന്നു. ഭിത്തിയിലുള്ള കരിപ്പൊടി എൻ്റെ കൈകളിൽ കറുത്ത ചായം പുരട്ടി. അല്പം മാറി ഭിത്തിയിൽ ഒരു വിടവുണ്ടായിരുന്നു. തറയിൽ വെണ്ണീറിൻ്റെ ഒരു കൂമ്പാരവും. അയ്യാ, ഇങ്ങനെയുള്ള 4-5 മാളങ്ങളുണ്ട്. എല്ലാം കാണാൻ നമുക്ക് സമയമില്ല. ഇനി നമുക്ക് വെണ്ണീർ മാളം കാണാൻ പോകാം. അവൻ മുമ്പോട്ട് നടന്നു. ഞങ്ങൾ പിന്നാലെ. മരങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ നടന്നു. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ 4-5 ഗുഹകൾ നിരനിരയായി കണ്ടു. അവയൊക്കെ അല്പം ഉയരത്തിലായിരുന്നു. പിന്നെയും നടന്നപ്പോൾ വലിയൊരു പാറയുടെ അറ്റം മലയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അതിൻ്റെ മുകളിലൊക്കെ അടുക്കടുക്കായി തേനീച്ച കൂടുകൾ. അതിനടുത്തായി തന്നെ വലിയൊരു ഗുഹ. ആദ്യം കണ്ടതിനേക്കാൾ 4 ഇരട്ടി വലിയതാണത്. അതിനു മുമ്പിലുള്ള തറ വളരെ താഴെയാണ്. അതിനാൽ അതിൽ കഴിയുന്നവർക്ക് ജന്തുക്കളിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം കിട്ടും. ഗുഹ വലുതായിരുന്നെങ്കിലും അതിനുള്ളിൽ കല്ലും മണ്ണും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഒരിടത്തായി വെണ്ണീറിൻ്റെ കൂമ്പാരവും. അത് ചവിട്ടി ഞങ്ങൾ പരമാവധി മുമ്പോട്ട് പോയി. 100ഓളം ആൾക്കാർക്ക് വേണ്ടുന്ന സ്ഥലം അതിനുള്ളിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി അതിനുള്ളിൽ മറ്റൊരു ചെറിയ മാളം കണ്ടു. മരത്തിലേതുപോലൊരു പൊത്ത് അവിടെ അങ്ങനെ ഉണ്ടായി. മഴവെള്ളം ഒഴുകി ഉണ്ടായതായിരിക്കുമെന്ന് ഞാൻ കരുതി. അവിടെ ആളുകൾ താമസിച്ചിരുന്ന കാര്യം ആ വെണ്ണീർ കണ്ടാൽ തന്നെ അറിയാം. വളരെയധികം വെണ്ണീർ ഉണ്ടാവണമെങ്കിൽ കുറേ കാലമെങ്കിലും ആളുകൾ താമസിച്ചിരിക്കണം.
ഇതൊക്കെ ആലോചിച്ച് നിന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല. ആ വെണ്ണീർ ഞാൻ കൈകൊണ്ട് നീക്കാൻ നോക്കി. കാലപ്പഴക്കം കാരണം അത് കട്ട പിടിച്ചിരിക്കുന്നു. അണ്ണുവിൻ്റെ കയ്യിലെ കത്തി വാങ്ങി ഞാനത് ചുരുട്ടി ഇളക്കാൻ നോക്കി. കരിക്കട്ടയും എല്ലിൻ്റെ കഷ്ണങ്ങളും ഓടിൻ്റെ കഷ്ണങ്ങളും ഇളകി വന്നു. എല്ലിൻ കഷ്ണങ്ങൾ മനുഷ്യൻ്റേതാവാൻ വഴിയില്ല. അണ്ണു അത് നോക്കി. എന്തെല്ലാം ഇവിടെ ചുട്ടു തിന്നിട്ടുണ്ടോ? എൻ്റെ കയ്യിൽ നിന്ന് കത്തി വാങ്ങി അയാൾ ആ കരിക്കട്ടകൾ പൊട്ടിച്ചിട്ടു. അപ്പോൾ അതിൽ നിന്നൊരു വലിയ എല്ലിൻ കഷ്ണം കിട്ടി. യജമാനെ, ഇത് കാട്ടുപോത്തിൻ്റെ കാലിലെ എല്ലാണ്. ഞാൻ അവനേക്കാൾ പണ്ഡിതനൊന്നുമല്ലല്ലോ. അവൻ പറഞ്ഞത് വിശ്വസിച്ചു. അതിങ്ങ് തന്നേ. അവൻ ആ എല്ലിൻ കഷ്ണം എനിക്ക് നേരെ നീട്ടി. ഞാൻ വിട്ടില്ല. വലിയൊരു ഗവേഷണത്തിലൂടെ മുമ്പോട്ട് പോകാൻ തയ്യാറായി. അവിടെ നിന്ന് തന്നെ കുറേ കവടികളും കിട്ടി. അവൻ ഞാൻ കീശയിലിട്ടു. വീണ്ടും ആ കരി ഇളക്കി തുടങ്ങി. മണ്ണു പറ്റിയ എന്തോ ഒരു വലിയ കഷ്ണം കിട്ടി. ഇതെന്തിൻ്റെ വേരാണടാ? വേരല്ല, ഇത് മരത്തിൻ്റെ വേരിനെ ഇത്ര കന കാണില്ല. ഏതോ മൃഗത്തിൻ്റെ കൊമ്പാണത്. മാനോ പോത്തോ. ഇത്രയ്ക്കും ചെറിയ കൊമ്പോ? മുഴുവൻ കൊമ്പല്ല, ഇതൊരു കഷ്ണം മാത്രമാണ്. അതും ഇരിക്കട്ടെ എന്ന കരുതി കയ്യിൽ വാങ്ങി. അവിടുന്ന് കിട്ടിയതെല്ലാം തോളിലിട്ടിരുന്ന് തോർത്തിൽ കെട്ടി. സമയത്തെക്കുറിച്ച് ഓർമ്മ വന്നപ്പോഴാണ് എത്ര ദൂരം നടന്നു വന്നതാണ്. ഇവിടെ എത്താൻ തന്നെ 3 മണിക്കൂർ വേണ്ടി വന്നു. വീട്ടിൽ തിരിച്ചെത്തണമെന്ന് ഓർമ്മ വന്നപ്പോൾ ആണ് മണ്ടത്തരം മനസ്സിലായത്. രാവിലെ തന്നെ പുറപ്പെടണമായിരുന്നു. ആ ആഹാരപ്പൊതിയും എടുത്തിരുന്നെങ്കിൽ ഒരു ദിവസം ഇവിടെ കൂടാമായിരുന്നു. ഞാൻ വെറുതെ പുറപ്പെടുത്തു. രാത്രി തങ്ങാനോ? ജനൻ ചോദിച്ചു. യജമാനെ, ഇനി വേഗം പോകാം. ഇപ്പം പോയാൽ പോലും വീട്ടിലെത്തുമ്പോൾ ഏറെ നേരമാകും. കുറച്ചൊന്നുമല്ല നമ്മൾ നടന്നത്. കാട്ടിലെ വഴി അത്ര ഓർമ്മയുമില്ല, അണ്ണു പറഞ്ഞു. തിരിച്ചു പോകുന്ന കാര്യം ഓർത്തപ്പോൾ എനിക്ക് നിരാശ തോന്നി. ഒരു ദിവസം താമസിച്ച ചുറ്റുപാടുകളെല്ലാം നിരീക്ഷിച്ചാൽ ഇനിയും പലതും കണ്ടെത്താമായിരുന്നു. നാട്ടിലുള്ളവർ പറയും പോലെ സന്യാസിമാർ ഈ പ്രദേശം സന്യസിക്കാൻ തിരഞ്ഞെടുത്തെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. പണ്ടിവിടെ സ്വാമിമാരുണ്ടായിരുന്നു യജമാന. ഇത് പെരുമലയുടെ താഴ്വരയല്ലേ? പെരുമലയിൽ ഇപ്പോഴും സ്വാമിമാരുണ്ടെന്നാണ് കേൾവി. പക്ഷേ അവരെ നമ്മുടെ കൺമുമ്പിൽ കാണാൻ പറ്റില്ല. ഇപ്പം വന്നതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല, അണ്ണു പറഞ്ഞു. തോക്ക് വെറുതെ ആയല്ലോ നായ്ക്കരെ? ജനാർദ്ദൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ, വെറുതെ ആയില്ല. വഴിയിൽ എന്തെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഓടിക്കാനെങ്കിലും പോയല്ലോ. ഇനിയും വരുമെന്നോ നീ പറയുന്നത്? സന്ധ്യയായില്ലേ? ഇരപിടിക്കാൻ ഇറങ്ങിക്കൂടുന്നില്ല. കരടിയോ കടുവയോ? 1-2 തവണ കടുവയെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീടിനടുത്ത് വരെ വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് രാജവെമ്പാലയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. വരാതിരുന്നാൽ മതി, ജനൻ പറഞ്ഞു. രാജവെമ്പാലയോ? വന്നൊന്നും വരാം. അതിൻ്റെ കയ്യിലൊന്ന് മരണം. അതിൻ്റെ കയ്യിൽ നിന്നാണ് മരണമെങ്കിൽ ആരെക്കൊണ്ട് തടയാനാവും? പിന്നെ നമ്മളിതിനെ ശല്യം ചെയ്യാൻ വന്നതല്ലോ. അതിന് നമ്മളോട് വിരോധം കാണില്ല. വരൂ, നമുക്ക് വേഗം പോകാം. ചെരുപ്പിൻ്റെ ശബ്ദം കേട്ടാൽ പാമ്പും പെരിച്ചാഴിയും എല്ലാം ഓടിക്കളയും, അണ്ണു ധൈര്യം തന്നു. ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഞാൻ കയ്യിൽ കെട്ടിയ വലിയ കഷ്ണം വേര് പോലുള്ള സാധനം വെള്ളത്തിൽ കഴുകിയെടുത്തു. അതൊരു മാനിൻ്റെ കൊമ്പിൻ്റെ ഭാഗം തന്നെ. അണ്ണു പറഞ്ഞത് ശരിയായി. അണ്ണു അത് വാങ്ങിയിട്ട് പറഞ്ഞു. ഇത് ആശാരിയുടെ കൈ കൊടുത്താൽ പിച്ചാത്തിക്ക് പിടിയാക്കി തരും. അത് മുറിക്കുന്നതെന്തിന്? ഇവിടെ വന്ന് ഓർമ്മയ്ക്കായിട്ടിരിക്കട്ടെ. എനിക്ക് ഇനിയും വരണമെന്നുണ്ട്, ഞാൻ പറഞ്ഞു. അതിനെന്താ, ഇനിയും വരാം. വരുമ്പം 1-2 പേരെ കൂട്ടി വന്നാൽ മതി. ഒരു രാത്രിയും പകലും ഇവിടെ താങ്ങാം. കാട്ടുമൃഗങ്ങളൊന്നും അതിനകത്ത് വരില്ല, അണ്ണു മല ഇറങ്ങുന്നതിനിടയിൽ പറഞ്ഞു. വരുന്ന വഴിയിൽ കമ്പുകളും വള്ളികളും വെട്ടിയിരുന്നതിനാൽ വഴി തെറ്റിയില്ല. അണ്ണുവിനെ അനുഗമിച്ച് ഞങ്ങൾ നടന്നു. കുത്തനെയുള്ള മല ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അണ്ണു പുറത്തേക്ക് കൈ ചൂണ്ടി. സൂര്യാസ്തമമാകാറായി. ഇനി മലമിറക്കമായതിനാൽ വലിയ ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ബുദ്ധിമുട്ടി നടക്കുന്നത് കണ്ടപ്പോൾ അണ്ണു നീണ്ടുവരും 2 മരക്കമ്പുകൾ വെട്ടിത്തന്നു. തളർന്നത് കാരണം ഞങ്ങൾ അധികം സംസാരിച്ചില്ല. വിശപ്പും തളർച്ചയും കാരണം ജനൻ പറയാൻ തുടങ്ങി. ഇനിയും കുറേ ദൂരമുണ്ടല്ലോ. തളർച്ച കാരണം നടക്കാൻ തന്നെ കഴിയുന്നില്ല. ഞങ്ങൾ അണ്ണുവിൻ്റെ വീട്ടുപറ്റത്തി. യജമാനനെ കിണറ്റിൽ പോയി കൈകാൽ കഴുകി വരണം. മുറുക്കാൻ തരാം. പിന്നെ പഴം കാണണം, അതും തരാം, അണ്ണു പറഞ്ഞു. ഞങ്ങൾ അത് കഴിക്കുമ്പോഴേക്കും ഞാൻ ചുട്ടുകറ്റ തയ്യാറാക്കാം. വയൽ വിരുമ്പിലൂടെ നടന്നാൽ മതിയല്ലോ. ഞങ്ങൾ കൈകാലുകളും മുഖവും കഴുകി വിയർപ്പും തുടച്ച് മുറ്റത്തുള്ള മൺതട്ടയിലിരുന്നു. അവൻ കൊണ്ടുവച്ച 2 പടല പഴം ഞങ്ങൾ കഴിച്ചു. ഒരു ചേമ്പിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർത്തു. ആഹാരം ഗംഭീരമായി. അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് നീ കൂടെ വാ, ഞാൻ അണ്ണുവിനോട് പറഞ്ഞു. വേണ്ട, എനിക്ക് വന്നിട്ട് കഴിച്ചാൽ മതി. നീ നന്നായി തളർന്നിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെ നിർബന്ധിച്ചതിനാൽ അവൻ ഉള്ളിൽ പോയി ആഹാരം കഴിച്ചതായി കാണിച്ചു വന്നു. ഞങ്ങളുടെ മുന്നിൽ മുറുക്കാൻ ചെല്ലം വെച്ചിരുന്നു. നല്ല തളർ വയറ്റിലെയും ഞങ്ങൾ മുറുക്കാൻ കഴിച്ച ഉടനെ തന്നെ അവനെത്തി. ഞാൻ എത്തി യജമാനെ. ഇളയവൻ സിദ്ധനായിക്കും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവർ പിടിച്ചു തന്ന കത്തിച്ച ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ നടന്നു. ഇരുട്ടിൽ ഇഴജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടാവും, ജനൻ പറഞ്ഞു. വരുന്നെങ്കിൽ വരട്ടെ. സുഹൃത്തിനെ യാത്ര ചെയ്ത ക്ഷീണത്തേക്കാൾ വഴിയിലെ അപകടത്തെക്കുറിച്ചാണ് പേടിയെന്ന് എനിക്ക് തോന്നി. അണ്ണുവിന് തളർച്ചയുണ്ടെന്ന് തോന്നിയതേയില്ല. അവൻ്റെ നടപ്പ് കണ്ടാൽ ഞങ്ങൾ അവൻ്റെ പിന്നാലെ നടന്നു. കാടിൻ്റെ ഭാഗം കഴിഞ്ഞ് വയലുകൾക്കടുത്തെത്തി. ഇനി പേടിക്കാനില്ല, ജനൻ പറഞ്ഞു. അത്രയ്ക്ക് പേടിയുണ്ടെങ്കിൽ
പിന്നെ നീ എന്തിനാ വന്നത്? സ്ഥലം കാണാനുള്ള കൊതി കൊണ്ടാണ് വന്നത്. കാണാൻ കൊള്ളാം, പക്ഷേ വിശേഷിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ജനന് നിരാശയുള്ളതുപോലെ. വിശേഷമെന്ന് പറയാൻ നിനക്ക് വേറെ എന്ത് വേണമായിരുന്നു? ഞാൻ ചോദിച്ചു. നീ തന്നെ പറ, അവിടെ വിശേഷിച്ച് എന്തുണ്ട്? ജനൻ ചോദിച്ചു. പാറകൾക്കിടയിൽ ഒരു മാളം കണ്ടാൽ അതാണോ വിശേഷം? അവിടെ കണ്ട വെണ്ണീറാണോ വിശേഷം? ഏതോ കാലത്ത് ആരോ അവിടെ വന്ന് താമസിച്ചു കാണണം. പലതും ചുട്ടു തിന്ന് കാണണം. അങ്ങനെ വെണ്ണീർ വന്നു, അതൊരു വലിയ കാര്യമാണോ? നമ്മുടെ നാട്ടുകാർക്ക് പിന്നെ കഥയുണ്ടാക്കാൻ വേറെ എന്ത് വേണം? കൃഷിയൊന്നും ഒക്കെയായി കഥകൾ. ജനൻ പറഞ്ഞു നിർത്തി. വെറും വെണ്ണീറൊന്നുമല്ല അവിടെ കണ്ടത്. വെണ്ണീറും കരിമണ്ണും ചേർന്ന് കട്ടി പിടിച്ച് കിടക്കുന്നതല്ലേ കണ്ടത്? അതിനെന്ത്? ഒന്നും സംഭവിച്ചു എന്നല്ല. നമുക്കിതൊന്നും വലിയ കാര്യമല്ല. നിനക്ക് സാഹിത്യത്തിൻ്റെ കുമ്പളങ്ങ മാത്രമേ വലുതായി തോന്നൂ. പണ്ടവിടെ ആരോ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിനക്കൊന്നുമില്ല. ഇന്നത്തെ നമ്മൾ ഉണ്ടാവണമെങ്കിൽ പണ്ട് ഇതുപോലെ ആൾ ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടായിരിക്കണമല്ലോ. ഓ, അപ്പം നിനക്ക് അത്രയും മനസ്സിലായി. നിനക്ക് രസം വരണമെങ്കിൽ എതിരെ കാട്ടുപോത്തോ പന്നിയോ വരണമായിരിക്കും. ഞാൻ പറഞ്ഞു. അങ്ങനെ എതിരെ വന്നാൽ അണ്ണുവിൻ്റെ കയ്യിൽ തൂക്കില്ലേ? അയ്യോ, അത് വെറും ശബ്ദമുണ്ടാക്കാനുള്ള ഒന്ന് മാത്രം. കുരുങ്ങിനെ ഓടിക്കാൻ കൊള്ളാം അല്ലേ അണ്ണു? ഈ യജമാനൻ വന്നപ്പം ഒരു രാജവെമ്പാലയെങ്കിലും വരണമായിരുന്നു. ഞാൻ എൻ്റെ ദേഷ്യം മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. നീ വെറുതെ വേണ്ടാത്തത് പറയണ്ട. ഞാൻ പറഞ്ഞത് ജനന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പറഞ്ഞ ഉടനെ അത് വഴിയിൽ വന്നു നിൽക്കുമോ എന്ന് ഞാൻ ചോദിച്ചെങ്കിലും അങ്ങനെ പറയേണ്ടിയില്ലെന്ന് എനിക്ക് തോന്നി. രാജവെമ്പാലയെക്കുറിച്ച് അവന് കടുത്ത പേടിയുള്ളതുപോലെ തോന്നി. ഇനി അധികം പറഞ്ഞാൽ അവൻ്റെ ഇന്നത്തെ ഉറക്കം തന്നെ പോകും. ജനൻ്റെ വീട്ടിലേക്ക് പോയി അവനെ അവിടെ വിട്ട ശേഷം എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തുമ്പോൾ നന്നേ ഇരുട്ടിയിരുന്നു. ഭാര്യ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പറയാതെ പോയതിനാൽ അവൾ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ പോകുന്നു. ചൂട്ടുകറ്റ ഞങ്ങൾ വേറെ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവൻ ഊണ് കഴിച്ചിട്ട് പോട്ടെ, ചോറ് വെച്ചിട്ടുണ്ട്. സീത പുറത്തു വന്ന് എന്നോടായി പറഞ്ഞു. അവർ വരുന്ന കാര്യം നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ സംശയത്തോട് ചോദിച്ചു. ഒരുപാട് ഇരുട്ടിയപ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുന്നത് മുത്തശ്ശി കണ്ടു. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇനി അവൻ ഒറ്റയ്ക്ക് വരില്ല, ആരെങ്കിലും കൂടെ കാണും. പേരിന് ഒരു പിടി അരിയിട്ടേര്, ആരെങ്കിലും കണ്ടാലോ എന്ന്. അങ്ങനെ ഞാൻ കൂടുതൽ അരിയിട്ടു, അവൾ പറഞ്ഞു. മുത്തശ്ശിയുടെ മുൻകൂട്ടിയുള്ള ആലോചനയിൽ എനിക്ക് ആശ്ചര്യം തോന്നി. സങ്കേതത്തോടെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അണ്ണുവും അനിയനും വയറ് നിറയെ ചോറുണ്ടു. പിന്നെ മുറുക്കാൻ ചവച്ചു തുടങ്ങുമ്പോൾ ഞാൻ കുറച്ച് കാശ് കൊടുക്കാൻ ശ്രമിച്ചു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവരത് വാങ്ങിയതേയില്ല. എടോ, എനിക്കിങ്ങനെ ഒരിക്കൽ കൂടി അവിടെ പോകണം. അന്ന് നീ തന്നെ കൂടി ഉണ്ടാവണം. ഇനി ഒരിക്കലല്ല, 10 തവണ വേണമെങ്കിലും പോകാം. എനിക്ക് വെടിവെച്ചിടാൻ വല്ലതും കിട്ടുമല്ലോ. അതാണ് എൻ്റെ കാശ്. അവിടെ കുറേ തേനീച്ചക്കൂട് കണ്ടു. അടുത്ത തവണ പുകച്ച് തേനീച്ച ഓടിച്ച ശേഷം തേൻ കൊണ്ടുവരണം. അണ്ണു അവൻ്റെ ആശയം വ്യക്തമാക്കി. നീ പോകുന്നെങ്കിൽ എന്നെയും കൂടി വിളിക്കണം. അതിനെന്താ യജമാനെ? ഞാൻ വിളിക്കാം. പക്ഷെ മറ്റേയാൾ വരാതിരിക്കുന്നതാണ് നല്ലത്. അത്രയ്ക്ക് പേടിയാണ് അദ്ദേഹത്തിന്. കാടെന്ന് വെച്ചാൽ കാട് തന്നെ. ഒരു പന്നിയോ കാട്ടുപോത്തോ പാമ്പോ വരാതിരിക്കുമോ? അതും കണ്ടിട്ട് കാട്ടിൽ കിടന്നോടിയാൽ പിന്നെ തെരഞ്ഞു പിടിക്കുന്നത് എങ്ങനെ? അണ്ണു അതിശയപ്പെട്ടു. എടോ അണ്ണു, അവൻ ജനിച്ചത് എവിടെയാണെങ്കിലും ജീവിച്ചത് പട്ടണത്തിലല്ലേ? ധൈര്യം കാണില്ല. ഒരിക്കൽ പേടിയുണ്ടാക്കിയതിനാൽ ഇനി അങ്ങോട്ട് വരാൻ വഴിയില്ല എന്നും പറഞ്ഞ് ഞാൻ അവരെ യാത്രയാക്കി. മുത്തശ്ശിയും മക്കളും ഉറങ്ങാൻ കിടന്നിട്ട് സമയം കുറേയായി. നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ ഞാൻ ഇറയത്ത് തന്നെ പായ വിരിച്ച് കിടന്നു. നല്ല ഉറക്കം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കണ്ണുപോലും അടയ്ക്കാനായില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. മനസ്സിൽ യാത്രയുടെ തന്നെ വിചാരമായിരുന്നതിനാൽ ഉറക്കം തീരെ വന്നില്ല. നടന്നു പോയ വഴിയിൽ കണ്ട കിഴക്കാൻ തൂക്കുകൾ, മലകൾ, വെള്ളം ഒഴുകി വരുന്ന അരുവികൾ, പിന്നെ ഭീകരരൂപികളെപ്പോലെ തോന്നിക്കുന്ന വൻമരങ്ങൾ, വഴുക്കുന്ന പാറകൾ, ഗുഹകൾ എന്നിവ ഒന്നൊന്നായി മനസ്സിൽ വീണ്ടും കടന്നു വന്നു. എൻ്റെ ചിന്ത ഒന്നാമതായി കണ്ട ഗുഹയിലെത്തി. ഗുഹയുടെ കരി പിടിച്ച് ചുമരിൽ കൈകൊണ്ട് പരതുമ്പോൾ ആ ഗുഹയ്ക്കിൽ ഒട്ടേറെ പേരുള്ളതായി എനിക്ക് തോന്നി. ചരിത്രം പഠിച്ചപ്പോഴെപ്പോഴോ മനസ്സിലാക്കിയ ബുദ്ധൻ്റെ ചിത്രം മനസ്സിലെത്തി. ബുദ്ധൻ ശിഷ്യരോടൊത്തിയിരിക്കുന്നതും ഉച്ചത്തിൽ ബുദ്ധം ശരണം ഗച്ഛമി എന്ന് ഉദ്ഘോഷിക്കുന്നതും എനിക്ക് കേൾക്കാനായി. പിന്നീട് ആ ചിത്രം മനസ്സിൽ നിന്ന് മാഞ്ഞു. ഇപ്പോൾ മറ്റൊരു ഗുഹയിലെത്തി എൻ്റെ ചിന്തകൾ. അവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. ഗുഹയുടെ മുന്നിൽ 10-15 അടി താഴെയായി ഒരു കടുവ എൻ്റെ നേരെ ചീരുന്നുണ്ടായിരുന്നു. ഗുഹയിലെത്താനുള്ള വഴി അതിനറിയില്ല. അല്പനേരം കഴിഞ്ഞ് ഞാൻ കടന്നു വന്ന വഴിയിലൂടെ ഇഴഞ്ഞിഴഞ്ഞു വന്നു. അതിൻ്റെ കടുത്ത ഗന്ധം മണത്തപ്പോഴാണ് അത് അടുത്തെത്തിയ കാര്യം ഞാൻ അറിഞ്ഞത്. അയ്യോ, ഇവിടെയും എത്തിയോ ഈ കടുവ എന്ന് ഞാൻ ഉറക്കെ നിലവിളിച്ചു. ഗുഹയിൽ ഒരറ്റത്തായി തടിയിൽ തീർത്ത ഗത പോലെ ഞാൻ കണ്ടു. ഞാൻ അതെടുത്ത് ചീറിയെടുത്തു. കടുവയുടെ മസ്കത്തിലേക്ക് ധൈര്യപൂർവ്വം ആഞ്ഞടിച്ചു. അടിയേറ്റ കടുവ താഴത്തെ കുഴിയിലേക്ക് വലിയ ശബ്ദത്തോടെ വീണു. ഊതത്തെപ്പോലെയുള്ള ശരീരം. എൻ്റെ ആ അടിയിൽ തന്നെ വീഴാതെ അത് വീണ്ടും ചാടി വന്നെങ്കിൽ എൻ്റെ ഗതി എന്തെന്ന് ഞാൻ പറയുന്നു. കുറേ നേരം കിതച്ചുകൊണ്ട് കിടന്ന കടുവ അവിടെ തന്നെ ചത്തു വീണു. എൻ്റെ പോയ ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് വിശന്നു തുടങ്ങി. ഞാൻ അവിടെയൊക്കെ നോക്കി. ആരോ കൂട്ടിവെച്ചിരുന്ന കാട്ടുകിഴങ്ങുകൾ കണ്ടു. കല്ലുകൾ കൂട്ടിയടിച്ച് ഞാൻ തീയുണ്ടാക്കി അതിൽ വിറകുകളിട്ട് കത്തിച്ചു. ആ കിഴങ്ങുകളെല്ലാം വേവിച്ച് കഴിച്ചു.
അതിൻ്റെ രുചി മറ്റൊരാഹാരത്തിനും വരില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇരുന്ന ഗുഹയുടെ പിന്നിൽ നിന്ന് കുറേ കാട്ടുമനുഷ്യർ ഇറങ്ങി വന്നു. വൃത്തികെട്ട ജനങ്ങൾ, ആണുങ്ങൾ താടിയും മീശയും വളർത്തിയവർ. ഏതോ കാലത്ത് പോലും കുളിച്ച ലക്ഷണം കാണുന്നില്ല. അവരെല്ലാം കൂടി എന്നെ വളഞ്ഞു. ശരീരത്തിൽ വസ്ത്രങ്ങളുടെ കാര്യം പോട്ടെ, അരഞ്ഞാളം പോലുമില്ല. തുറിച്ച കണ്ണുകളോടെ അവരെന്നെ നോക്കിയപ്പോൾ എനിക്ക് പേടി തോന്നി. അവർ കൂട്ടി വെച്ചിരുന്ന കിഴങ്ങ് തിന്നു തീർത്തതിനാൽ ഇനി ഞാൻ തന്നെയാകും അവരുടെ ഭക്ഷണം. ഞാൻ ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും എൻ്റെ വിറയൽ മാറിയില്ല. അവർ പരസ്പരം എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഭീതി വർദ്ധിച്ചു. ഇനി എന്നെ കെട്ടിയിടും. ഞാൻ എന്തിനിവിടെ വന്നുവെന്ന് ഓർമ്മിച്ചപ്പോഴാണ് കൂടിയല്ല ജന്നൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഉറക്കെ ജന്ന ജന്ന എന്ന് കൂകി വിളിച്ചു. അവരെന്നെ വിടുന്ന ലക്ഷണമില്ല. ഇപ്പോൾ തന്നെ അവരെന്നെ കൊന്നു തിന്നും. അവർ ഓരോരുത്തരോടായി എൻ്റെ നെറ്റിയിൽ ചുംബിച്ചു തുടങ്ങി. എനിക്ക് വല്ലാതായി. ആ സമയം അവരുടെ നേതാവ്, രാക്ഷസരൂപിയായ ഒരുവൻ, മുന്നിലെത്തി. അവൻ്റെ മുകളിൽ കടുവയുടെ ഒട്ടും ഉണങ്ങാത്ത ചർമ്മം തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവൻ്റെ വരവോടെ എനിക്ക് ചുറ്റുമുള്ളവർ മാറി. ഞാൻ രക്ഷപ്പെട്ടുവെന്ന് എനിക്ക് തോന്നി. എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ അയാളോട് യാചിച്ചു. അവൻ നല്ല ഇംഗ്ലീഷിൽ തന്നെ എന്നോട് പറഞ്ഞു, നോ ഫിയർ, ദീസ് ആർ മൈ പീപ്പിൾ. ഇത് കേട്ടപ്പോൾ എൻ്റെ കഥ തീർന്നതായി ഞാൻ മനസ്സിലാക്കി. ഒരു നരബലി നടത്താനാവും ഇവർ കരുതുന്നത്. ആ നേതാവ് തിരിഞ്ഞു നിന്നപ്പോൾ അയാളുടെ മുതുകിലെ കടുവത്തോലിൽ നിന്ന് രക്തം ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. അന്നേരം അയാൾ ഇങ്ങനെ പറഞ്ഞു, ഈ കാണിക്കയിൽ ഞാൻ സന്തുഷ്ടനാണ്. കുറേ കാലമായി ഈ കടുവ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. വെറും കൈയോടെ നീ അതിനെ കൊന്നല്ലോ. അയാൾ ഒരു കൊമ്പിൻ്റെ കഷ്ണം എൻ്റെ കയ്യിൽ വെച്ച് തന്നു. അതേത് കൊമ്പാണെന്നോ? എനിക്ക് ഗുഹയിൽ നിന്ന് കിട്ടിയ ആനിൻ്റെ കൊമ്പിൻ്റെ കഷ്ണം. ഞാൻ ചോദിച്ചു, നീ കൊന്ന കടുവയുടെ ശക്തി എനിക്ക്, ഞാൻ പിടിച്ചിരിക്കുന്ന ഈ കൊമ്പിൻ്റെ ശക്തി നിനക്ക്. അതൊരു സാധാരണ കൊമ്പല്ല, അതിൽ എൻ്റെ മന്ത്രശക്തിയുണ്ട്, അവൻ ഉറക്കെ പറഞ്ഞു. തുടർന്ന് അവൻ എന്തൊക്കെയോ മന്ത്രങ്ങൾ എൻ്റെ ചെവിയിൽ പറഞ്ഞു തന്നു. ആ മന്ത്രങ്ങൾ ഉരുവിട്ട് പഠിച്ച് തപസ് ചെയ്ത് ഞാൻ അവിടെ കൂടി. അങ്ങനെ എത്ര കാലം ജീവിച്ചിരുന്നുവോ എനിക്കറിയില്ല. വെയിൽ വന്നു തുടങ്ങി. ഇനി എഴുന്നേറ്റൂടെ? സീത പറഞ്ഞത് കേട്ടാണ് ഞാൻ ഉണർന്നത്. ഇതുവരെ നിങ്ങളിങ്ങനെ ഉറങ്ങിക്കണ്ടിട്ടില്ല. രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ലടി. അത് കാരണമാ, ഞാൻ പറഞ്ഞു.